ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിറ്റ് 3 ഗ്ലിംസസ് ഓഫ് നേച്ചർ. ഇതുമായി ബന്ധപ്പെട്ട അടുത്ത യൂണിറ്റിലേക്ക് നമുക്ക് കടക്കാം. യൂണിറ്റിൻ്റെ പേര് ദ ബുക്ക് ഓഫ് നേച്ചർ. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ചിത്രവും അതിനോട് ചേർന്ന് എന്തൊക്കെയോ എഴുതി വച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. Letters from a father to his daughter is a collection of letters written by Jawaharlal Nehru to his 12-year-old daughter Indira in the summer of 1928. At that time, Nehru was in Allahabad and Indira was in Mussoorie. Nehru used to write letters from time to time to Indira. The Book of Nature is one of those letters. ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ പോകുമായിരുന്നു. ജയിലിലും കിടന്നിട്ടുണ്ട്. അങ്ങനെ അലഹാബാദിലായിരിക്കുന്ന സമയത്ത് നെഹ്റു തൻ്റെ മകളായ ഇന്ദിരയ്ക്ക് പതിവായി കത്തുകൾ അയക്കുമായിരുന്നു. ആ കത്തുകളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തതാണ് ഈ ബുക്ക്. അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ദ ബുക്ക് ഓഫ് നേച്ചർ. വെൻ യു ആൻഡ് ഐ ആർ ടുഗദർ, നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴെല്ലാം യു ഓഫൺ ആസ്ക് മീ ക്വസ്റ്റ്യൻസ് അബൌട്ട് മെനി തിങ്സ്, നീ എന്നോട് പല കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കും. ആൻഡ് ഐ ട്രൈ ടു ആൻസർ ദം, ഞാൻ അവയ്ക്കെല്ലാം ഉത്തരം പറയാൻ ശ്രമിക്കാറുണ്ട്. നൗ ദാറ്റ് യു ആർ അറ്റ് മസൂറി ആൻഡ് ഐ ആം ഇൻ അലഹാബാദ്, ഇപ്പോൾ ഞാൻ അലഹാബാദിലും നീ മസൂറിയിലുമാണ്. വി കനോട്ട് ഹാവ് ദീസ് ടോക്സ്, നമുക്ക് ഇത്തരത്തിലുള്ളൊരു സംസാരം ഇപ്പോൾ സാധ്യമല്ല. I am therefore going to write to you from time to time short accounts of the story of our earth. അപ്പോൾ ഞാൻ അലഹാബാദിലും നീ മസൂറിയിലുമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുമിച്ചിരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. നീ എന്നോട് പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്, അവയ്ക്കെല്ലാം ഞാൻ എനിക്കറിയാവുന്നതുപോലെ ഉത്തരം പറയുവാൻ ശ്രമിക്കാറുമുണ്ട്. ഇപ്പം അങ്ങനെ സാധ്യമല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഭൂമിയുടെ ചരിത്രം ഇടയ്ക്കിടയ്ക്ക് നിനക്ക് എഴുതി അയക്കാമെന്ന് കരുതുന്നു. I am afraid I can only tell you very little in these letters of mine. കത്തുകൾ മുഖേന വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ എനിക്ക് സാധിക്കുമോ എന്ന് അറിയില്ല. I hope will interest you and make you think of the world as a whole and of other peoples in it as our brothers and sisters. ഞാൻ തരുന്ന വിവരങ്ങൾ നിനക്ക് രസകരമായിരിക്കുമെന്നും ലോകം മുഴുവൻ ഒന്നാണെന്നും അതിൽ താമസിക്കുന്നവർ നമ്മുടെ സഹോദരീ സഹോദരങ്ങളാണെന്നും മനസ്സിലാക്കുവാനും ഇത് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. When you grow up, you will read about the story of the earth and her peoples in fat books. നീ വലുതാകുമ്പോൾ ഭൂമിയെപ്പറ്റിയും അധിവസിക്കുന്നവരെ പറ്റിയും പുസ്തകങ്ങൾ വായിക്കും. You will find it more interesting than any other story or novel that you may have read. അപ്പോൾ നീ വായിച്ചിട്ടുള്ള മറ്റേതു കഥയെക്കാളും നോവലിനേക്കാളും വളരെയധികം രസകരമായിരിക്കും. ഇനി ഇതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ചോദ്യം നോക്കാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ഓതർ ട്രൈങ് ടു ടെൽ ഹിസ് ഡോട്ടർ? നെഹ്റു തൻ്റെ മകളോട് പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? അവിടെ നോക്കുക, സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഐ ആം ദെയർഫോർ ഗോയിങ് ടു റൈറ്റ് ടു യു ഫ്രം ടൈം ടു ടൈം ഷോർട്ട് അക്കൗണ്ട് ഓഫ് ദി സ്റ്റോറി ഓഫ് അവർ എർത്ത്. അപ്പോൾ ഇവിടെ എന്താ പറയാൻ ശ്രമിക്കുന്നത്? അബൌട്ട് ദി സ്റ്റോറി ഓഫ് അവർ എർത്ത്. രണ്ടാമത്തെ ചോദ്യം നോക്കുക. നെഹ്റു സേയ്സ് ദാറ്റ് ഹി കനോട്ട് ഹാവ് ടോക്സ് വിത്ത് ഹിസ് ഡോട്ടർ. വൈ? മകളുമായി സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്താണെന്ന് നോക്കാം. നൗ ദാറ്റ് യു ആർ അറ്റ് മസൂറി ആൻഡ് ഐ ആം ഇൻ അലഹാബാദ്, വി കനോട്ട് ഹാവ് ദീസ് ടോക്സ്. നെഹ്റു ഇൻ അലഹാബാദ് ആൻഡ് ഇന്ദിര അറ്റ് മസൂറി. മൂന്നാമത്തെ ചോദ്യം. വൈ ഡിഡ് നെഹ്റു സേ ദാറ്റ് ഇന്ദിര വുഡ് റീഡ് അബൌട്ട് ദി എർത്ത് ഇൻ ഫാറ്റ് ബുക്സ്? വലിയ പുസ്തകങ്ങളിൽ നിന്നും ഭൂമിയെപ്പറ്റി വായിക്കുമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇവിടെ സൈഡിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വെൻ യു ഗ്രോ അപ്പ് യു വിൽ റീഡ് അബൌട്ട് ദി സ്റ്റോറി ഓഫ് ദി എർത്ത് ആൻഡ് ഹെർ പീപ്പിൾസ് ഇൻ ഫാറ്റ് ബുക്സ്. വളർന്ന് വലുതാകുമ്പോൾ നീ വലിയ പുസ്തകങ്ങൾ വായിക്കുകയും പ്രപഞ്ചത്തെക്കുറിച്ചും നമ്മുടെ എർത്തിനെ കുറിച്ചും അതിൽ വസിക്കുന്നവരെ കുറിച്ചും വായിക്കും അല്ലേ എന്ന് പറയുന്നുണ്ട്. എവിടെ നിന്നാണ് നമുക്ക് ഭൂമിയെക്കുറിച്ചുള്ള അറിവ് കിട്ടുന്നത്? ഫ്രം ദി ബുക്സ്.
ഇപ്പം 5-ലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്രാചീന ശിലായുഗം, നവീന ശിലായുഗമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? അതൊക്കെ ഇതിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്? ഹിസ്റ്ററിയിൽ നിന്നാണ് പഠിക്കുന്നത് അല്ലേ? ഹിസ്റ്ററിയിൽ നിന്നും ജിയോഗ്രഫിയിൽ നിന്നൊക്കെയാണ് ഇതൊക്കെ പഠിക്കുന്നത്. യു റീഡ് ഹിസ്റ്ററി ഇൻ ബുക്സ്. നമ്മൾ ചരിത്രം എവിടെ നിന്നാണ് പഠിക്കുന്നത്? ബുക്കുകളിൽ നിന്നാണ് അല്ലേ? പുസ്തകങ്ങളിൽ നിന്നാണ്. ബട്ട് ഇൻ ഓൾഡ് ടൈംസ് വെൻ മെൻ ഡിഡ് നോട്ട് എക്സിസ്റ്റ് ഷുവർലി നോ ബുക്സ് കുഡ് ഹാവ് ബീൻ റിട്ടൺ. പ്രാചീന കാലത്ത്, മനുഷ്യരൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ബുക്കുകൾ ഉണ്ടായിരുന്നോ? ഇല്ല. ആ സമയത്ത് ഹൗ ദെൻ ക്യാൻ വി ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻ ദെൻ? അപ്പോൾ അന്ന് മനുഷ്യരില്ല, പുസ്തകങ്ങളില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ അന്നത്തെ സംഭവങ്ങൾ എങ്ങനെ അറിയാൻ കഴിയും? വി കനോട്ട് നിയർലി സിറ്റ് ഡൗൺ ആൻഡ് ഇമാജിൻ എവ്രിതിങ്. നമ്മൾ എന്ത് ചെയ്യണം? പതുക്കെ ഇരുന്ന് ആലോചിച്ച് നോക്കുക, ഇമാജിൻ ചെയ്ത് നോക്കാം. നമുക്ക് പഴയ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നമുക്ക് മനസ്സിലിട്ട് ഇമാജിൻ ചെയ്യാം. ദിസ് വുഡ് ബി വെരി ഇൻട്രസ്റ്റിംഗ്. അത് വളരെയധികം രസകരമായിരിക്കും. പഴയ കാലങ്ങളിലേക്ക് പോകാനും അത് മനസ്സിൽ കാണാനും അത് വരച്ചിടാനും മനസ്സിൽ കുറിച്ചിടാനൊക്കെ ഉള്ളൊരു സർഗബോധം നമ്മളിൽ ഉണ്ടാവണം. എന്നാൽ മാത്രം നമുക്കിത് സാധിക്കുള്ളൂ. ദിസ് വുഡ് ബി വെരി ഇൻട്രസ്റ്റിംഗ്. ഇത് വളരെയധികം രസകരമായിരിക്കും. We could imagine anything we wanted to and would thus make up the most beautiful fairy tales. വളരെയധികം രസകരമായിരിക്കും പഴയ കാലങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് പോവുക. നമുക്ക് നമ്മുടെ മനസ്സിനനുസരിച്ച്, മനോധർമ്മത്തിനനുസരിച്ച് സങ്കല്പിച്ച് നമുക്ക് ആ ലോകത്തേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാനും അത് ഹൃദയത്തിൽ പതിപ്പിക്കാനും ഒക്കെ സാധിക്കും അല്ലേ? അപ്പോൾ അതൊരു ഫെയറി ടെയിലും വളരെയധികം രസകരമായ ഒരു കാര്യമാണ് ആ സാങ്കല്പിക ചിത്രം എന്ന് പറയുന്നത്. ബട്ട് ദിസ് നീഡ് നോട്ട് ബി ട്രൂ. നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കുന്നതാണ്. അത് സത്യമായിരിക്കുമോ? അല്ല. ആസ് ഇറ്റ് വുഡ് നോട്ട് ബി ബേസ്ഡ് ഓൺ എനി ഫാക്ട്സ് ദാറ്റ് വി ഹാഡ് സീൻ. നമ്മുടെ കൺമുമ്പിൽ, ഇപ്പം നമ്മൾ കൺമുമ്പിൽ കാണുന്നത് പോലെ ആയിരിക്കില്ല നമ്മളുടെ സാങ്കല്പിക ലോകം. നമ്മൾ ഇമാജിൻ ചെയ്തു പോകുന്നത് വേറൊരു തലത്തിലേക്കാണ് നമ്മൾ സങ്കല്പിച്ചു പോകുന്നത്. അതൊരിക്കലും നമ്മൾ ഇപ്പോൾ നേരിൽ കാണുന്നത് പോലെ ആയിരിക്കില്ല. But although we have no books written in those far off days, fortunately we have something which tell us great deal as well, almost as a book would. പ്രാചീന കാലത്തെ പുസ്തകങ്ങളൊന്നും എഴുതപ്പെട്ടിരുന്നില്ലെങ്കിലും പുസ്തകങ്ങളിൽ നിന്നും വായിച്ച് ലഭിക്കുന്നത് പോലെ തന്നെ വ്യക്തമായ ധാരാളം ശേഷിപ്പുകൾ നമ്മുടെ പ്രപഞ്ചത്തിൽ ഉണ്ട്. നമ്മുടെ കൺമുന്നിൽ കാണുന്ന ശേഷിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. We have rocks and mountains and seas and stars and rivers and deserts and fossils of old animals. നമ്മുടെ മുമ്പിൽ എന്തൊക്കെയാണുള്ളത് ശേഷിപ്പുകൾ? ശിലകൾ, പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, നക്ഷത്രങ്ങൾ, നദികൾ, മരുഭൂമികൾ, ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ എന്നിവ. These and other like things are our books for the earth's early story. നമ്മുടെ ഭൂമിയുടെ ആദ്യ ചരിത്രം പഠിക്കുവാൻ നമുക്കുള്ള പുസ്തകങ്ങളാണ് ഈ ശേഷിപ്പുകൾ. ആൻഡ് ദ റിയൽ വേ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് സ്റ്റോറി ഈസ് നോട്ട് മിയർലി ടു റീഡ് അബൌട്ട് ഇറ്റ് ഇൻ അതർ പീപ്പിൾസ് ബുക്സ് ബട്ട് ടു ഗോ ടു ദി ഗ്രേറ്റ് ബുക്ക് ഓഫ് നേച്ചർ ഇറ്റ്സെൽഫ്. നമ്മുടെ ചരിത്രത്തെക്കുറിച്ച്, പ്രാചീന കാലത്തെക്കുറിച്ച് പലരും പലതരത്തിൽ അഭിപ്രായങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. മറ്റുള്ളവർ എഴുതി വച്ചിരിക്കുന്ന പുസ്തകങ്ങളാണ് നാം വായിച്ചു മനസ്സിലാക്കുന്നത്. അതിന് പകരം നാം എന്ത് ചെയ്യണം? നമ്മുടെ പ്രകൃതിയിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്ന് ആ പുസ്തകം വായിക്കാൻ നാം ശ്രമിക്കുക. അവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, നോക്കാം. വാട്ട് ഡസ് നെഹ്റു മീൻ ബൈ റീഡിങ് ദി ബുക്ക് ഓഫ് നേച്ചർ? പ്രകൃതിയുടെ പുസ്തകം വായിക്കുക എന്നതുകൊണ്ട് നെഹ്റു അർത്ഥമാക്കിയത് എന്താണ്? പ്രകൃതിയുടെ പുസ്തകം വായിക്കുക. പ്രകൃതിയുടെ പുസ്തകം വായിക്കുക എന്ന് വെച്ചാൽ എന്താണ്? പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുക. പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ വെറുതെ ചുമ്മാ ഇങ്ങനെ നടന്നിട്ട് വരാനാണ് ഉദ്ദേശിക്കുന്നത്? അല്ല. അതിലുള്ള സൂക്ഷ്മജീവികളെ, അവിടെയുള്ള ജീവജാലങ്ങളെ എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്നതാണ് ക്ലോസ് ഒബ്സർവേഷൻ ഓഫ് ദി തിങ്സ് ഇൻ നേച്ചർ. ക്ലോസ് ഒബ്സർവേഷൻ, സൂക്ഷ്മ നിരീക്ഷണമാണ് ഇതുകൊണ്ട് നെഹ്റു ഉദ്ദേശിക്കുന്നത്. യു വിൽ, I hope, soon begin to learn how to read this story from the rocks and mountains. ഭൂമിയുടെ ആദികഥ ശിലകളിൽ നിന്നും മലകളിൽ നിന്നും പഠിച്ചു തുടങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇമാജിൻ ഹൗ ഫാസിനേറ്റിംഗ് ഇറ്റ് ഈസ്. അതെത്ര മനോഹരമായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ.
Every little stone that you see lying on the road or on the mountainside may be a little page in nature's book and may be able to tell you something if you only knew how to read it. പ്രകൃതി എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ആ ഓരോ വസ്തുവിനെയും ഓരോ പേജുകളാക്കി മാറ്റുക. അത് വായിക്കാൻ എനിക്കിപ്പോൾ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വായിക്കാൻ സാധിച്ചാൽ അതിൽ നിന്നും ചിലതെല്ലാം നമുക്ക് ലഭിക്കും. To be able to read any language, Hindi or Urdu or English, you have to learn its alphabet. നമ്മൾ ഏത് ഭാഷ പഠിക്കുകയാണെങ്കിലും ഹിന്ദി, ഉറുദു, ഇംഗ്ലീഷ് ഏതും ഭാഷയെ നമുക്ക് വായിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്തു പഠിക്കണം? ആ ഭാഷയിലെ അക്ഷരമാല പഠിക്കണം. ഭാഷയിലെ അക്ഷരമാല പഠിക്കാതെ നമുക്കൊന്നും വായിക്കാൻ പറ്റില്ല. So also you must learn the alphabet of nature before you can read her story in her books of stone and rocks. അതുപോലെ കല്ലുകളും പാറകളുമാകുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നും പ്രകൃതി ചരിത്രം പഠിക്കണമെങ്കിൽ പ്രകൃതി ഭാഷയിലെ അക്ഷരമാല പഠിക്കണം. പ്രകൃതിയിലെ ഓരോ വസ്തുക്കളും ഓരോ പേജുകളാണ് അല്ലേ? ആ പേജുകൾ വായിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? പ്രകൃതി ഭാഷയിലെ അക്ഷരമാല പഠിക്കണം. Even now perhaps you know a little how to read this. ഈ പ്രകൃതി ഭാഷ അല്പം വായിക്കുവാൻ നിനക്കൊരു പക്ഷേ ഇപ്പോൾ തന്നെ അറിയാമായിരിക്കും. അഞ്ചാമത്തെ ചോദ്യം നോക്കുക. പിക്ക് ഔട്ട് ദി സെൻറ്റൻസസ് ദാറ്റ് ഷോ നെഹ്റൂസ് ലവ് ഫോർ നേച്ചർ. നെഹ്റുവിന് പ്രകൃതിയോടുള്ള സ്നേഹം വ്യക്തമാക്കുന്ന ഭാഗങ്ങൾ പാഠഭാഗത്തു നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. അവിടെ നോക്കുക, ഈ ചോദ്യത്തിൻ്റെ തൊട്ട് മുകളിൽ, അപ്പോൾ അടുത്ത പേജിലേക്ക് പോകേണ്ടി വരും. കാരണം എന്താണ്? അവിടെ കൊടുക്കുന്നുണ്ട് ദ റിയൽ വേ ടു, ആൻഡ് തുടങ്ങുന്നു കണ്ടോ? ആൻഡ് സെൻറ്റൻസ് നോക്കുക. ആൻഡ് ദ റിയൽ വേ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് സ്റ്റോറി ഈസ് നോട്ട് മിയർലി ടു റീഡ് അബൌട്ട് ഇറ്റ് ഈസ് അതർ പീപ്പിൾസ് ബുക്സ് ബട്ട് ടു ഗോ ടു ദി ഗ്രേറ്റ് ബുക്ക് ഓഫ് നേച്ചർ ഇറ്റ് സെൽഫ്. പ്രകൃതിയെക്കുറിച്ച് അറിയണമെങ്കിൽ പലരും എഴുതി വച്ച വലിയ വലിയ പുസ്തകങ്ങൾ വായിക്കുകയല്ല നമ്മൾ വേണ്ടത്, അതിൽ നിന്നും കാര്യങ്ങൾ അറിയുകയല്ല വേണ്ടത്. നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, പ്രകൃതിയുടെ ഭാഷ പഠിക്കുക, പ്രകൃതിയിലെ പേജുകൾ ഓരോന്നൊന്നായി എടുക്കുക, അത് ക്ലോസ് ഒബ്സർവ് ചെയ്ത് അതിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിക്കുക. യു വിൽ, ഐ ഹോപ്പ്, സൂൺ ബിഗിൻ ടു ലേൺ ഹൗ ടു റീഡ് ദി സ്റ്റോറി ഫ്രം ദി റോക്സ് ആൻഡ് മൗണ്ടൻസ്. ഇമാജിൻ ഹൗ ഫാസിനേറ്റിംഗ് ഇറ്റ് ഈസ്. Every little stone that you see lying on the road or on the mountain side may be a little page in nature's book and may be able to tell you something if you only knew how to read it. നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, പ്രകൃതിയിൽ കാണുന്ന കല്ലുകൾ, ജീവജാലങ്ങളെ എല്ലാം ക്ലോസ് ഒബ്സർവ് ചെയ്യുക. ആ ഓരോന്നിനെയും ഒരു പുസ്തകത്തിലെ, പ്രകൃതി എന്ന് പറയുന്ന പുസ്തകത്തിലെ ഓരോ പേജുകളായി കണ്ട് നമ്മളതിനെ പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രകൃതിയുടെ ഭാഷ പഠിക്കണം. വാട്ട് ആർ ദി പേജസ് ആൻഡ് ആൽഫബറ്റ്സ് ഓഫ് നേച്ചർ അക്കോർഡിംഗ് ടു നെഹ്റു? പ്രകൃതിയുടെ താളുകളും അക്ഷരമാലകളും ഏതൊക്കെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്? ലിറ്റിൽ സ്റ്റോൺസ് ആൻഡ് ലിറ്റിൽ തിങ്സ് ഇൻ ദ നേച്ചർ. If you see a little round shiny pebble, does it not tell you something? ഉരുണ്ടതും മിനുസമുള്ളതുമായ ഒരു ചെറിയ കല്ല് സൂക്ഷിച്ചു നോക്കിയാൽ അത് നിന്നോട് ചിലതെല്ലാം പറയുന്നില്ലേ? How did it get round and smooth and shiny without any corners or rough edges? കൂർത്തതും പരുപരുത്തതുമായ ആ കല്ല് ഉരുണ്ട് മിന്നുന്ന കല്ലായി തീർന്നത് എങ്ങനെയാണെന്ന് നിന്നോട് പറയുന്നില്ലേ? അപ്പോൾ ആ ഒരു കല്ലിനെ നിരീക്ഷിക്കുമ്പോൾ അതിൻ്റെ ബാക്കിലേക്ക് ആ കല്ല് എങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിക്കാനുള്ള ഒരു സാങ്കല്പിക ലോകത്തേക്ക്, ഒരു ഇമാജിനേഷൻ വേൾഡിലേക്ക്, ഒരു ഫെയറി ടെയിൽ മെനയാനുള്ള ലോകത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ വ്യതിചലിപ്പിക്കണം. സഞ്ചരിച്ചാൽ മാത്രമേ നമുക്കത് സാധ്യമാകുകയുള്ളൂ. ഇഫ് യു ബ്രേക്ക് എ ബിഗ് റോക്ക് ഇൻ ടു സ്മാൾ ബീറ്റ്സ്, ഈച്ച് ബീറ്റ് ഈസ് റഫ് ആൻഡ് ഹാസ് കോർണേഴ്സ് ആൻഡ് റഫ് എഡ്ജസ്. ഒരു വലിയ കല്ലെടുക്കുക, ഒരു വലിയ പാറക്കഷ്ണം എടുക്കുക, അതിനെ നമ്മൾ
ഉടച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? നമുക്ക് നല്ല പോളിഷ് ആയിട്ടുള്ള, നല്ല സ്മൂത്ത് ആയിട്ടുള്ള, നല്ല ഷൈനി ആയിട്ടുള്ള ഒരു കല്ലായിട്ടാണോ നമുക്ക് കിട്ടുന്നത്? അല്ല, വളരെയധികം റഫായിട്ട്, പരുപരുത്തതായിട്ട്, നല്ല കൂർത്തത്, അവിടെ ഇവിടെയൊക്കെ നീണ്ടിരിക്കുന്നത്, മൊനയൊക്കെ ഉള്ള പോലെ അല്ലേ? ചിലപ്പോൾ നമ്മുടെ കൈയൊക്കെ മുറിയും, നല്ല മൊന പോലെ, പിച്ചാത്തി പോലെ മൊനയുണ്ടായിരിക്കും അതിന്. അപ്പോൾ അത് അത്തരമുള്ളൊരു കല്ലാണ് നമുക്ക് കിട്ടുന്നത്. ആ കല്ല്, അങ്ങനെ ഇരിക്കുന്ന ആ കല്ല് എങ്ങനെ ഇത്ര ഭംഗിയുള്ള, ഉരുണ്ട, മിനുമിനുസമുള്ള, നല്ല തിളക്കമുള്ള കല്ലായി തീർന്നു? ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ലൈക്ക് എ റൗണ്ട് സ്മൂത്ത് പെബിൾ. അതൊരിക്കലും ഇങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു പെബിളായിരുന്നില്ല. ഹൗ ദെൻ ഡിഡ് ദ പെബിൾ ബിക്കം സോ റൗണ്ട് ആൻഡ് സ്മൂത്ത് ആൻഡ് ഷൈനി? പിന്നെ എങ്ങനെയാണ് അത് ഇത്രയും തിളക്കമുള്ളതായി തീർന്നത്? ഇറ്റ് വിൽ ടെൽ യു ഇറ്റ് സ്റ്റോറി ഇഫ് യു ഹാവ് ഗുഡ് ഐസ് ടു സീ ആൻഡ് ഇയേഴ്സ് ടു ഹിയർ ഇറ്റ്. കാണാൻ നല്ലൊരു കണ്ണും കേൾക്കാൻ ചെവിയും ഉണ്ടെങ്കിൽ ആ കല്ല് അതിൻ്റെ കഥ നിന്നോട് പറയും. പ്രകൃതിയിലെ ഓരോ വസ്തുക്കളെയും ഓരോ പേജുകളായി സങ്കല്പിക്കുക. അങ്ങനെ ഒരു സാങ്കല്പിക ലോകത്തേക്ക് പോയി നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കണം. പ്രകൃതിയിൽ കാണുന്ന വസ്തുക്കളെയും ശബ്ദങ്ങളെയും എല്ലാം നമുക്ക് നന്നായിട്ട് ക്ലോസ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കണം. It tells you that once upon a time, it may be long ago, it was a bit of rock, just like the bit you may break from a big rock or stone with a plenty of edges and corners. വളരെ കാലം മുമ്പ്, പണ്ട് ഒരു വലിയ പാറയിൽ നിന്നോ ഒരു വലിയ കല്ലിൽ നിന്നോ പൊട്ടിച്ചെടുക്കപ്പെട്ട ചെറു കഷ്ണം. കൂർത്ത മൂലകളും പരിപരുത്തിരിക്കുന്നതും മിനുസമില്ലാത്തതുമായ ഒരു കൽക്കഷ്ണമായിരുന്നു അതെന്ന് നിന്നോട് പറയും. പ്രോബബ്ലി ഇറ്റ് റെസ്റ്റഡ് ഓൺ സം മൗണ്ടൻസ്. ഏതോ മലഞ്ചെരിവുകളിൽ കിടക്കുന്ന കല്ലായിരുന്നു. ദെൻ കെയിം ദ റെയിൻ ആൻഡ് വാഷ്ഡ് ഇറ്റ് ഡൗൺ ടു ദി ലിറ്റിൽ വാലി. വലിയ മഴ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വാഷ്ഡ് ഇറ്റ് ഡൗൺ ടു ദി ലിറ്റിൽ വാലി. അത് ചെറിയ മലഞ്ചെരിവുകളിലേക്ക് ഒഴുക്കിക്കൊണ്ടുവന്നു. Where it found a mountain stream which pushed it on and on till it reached a little river. ഏതോ മലഞ്ചെരിവിൽ കിടക്കുകയായിരുന്നു. മഴ പെയ്ത ആ വെള്ളത്തിലൂടെ അത് താഴ്വരയിലേക്ക് ഒലിച്ചു പോന്നു. പിന്നീട് വലിയ അരുവിയിലൂടെ ഉരുണ്ട് ഒരു ചെറിയ നദിയിൽ ചാടി. ആൻഡ് ദ ലിറ്റിൽ റിവർ ടുക്ക് ഇൻ ടു ദി ബിഗ് റിവർ. ചെറിയ നദി വലിയ നദിയിലേക്ക് കൊണ്ടുപോയി. ആൻഡ് ഓൾ ദി വൈൽ ഇറ്റ് റോൾഡ് അറ്റ് ദി ബോട്ടം ഓഫ് ദി റിവർ ആൻഡ് ഇറ്റ്സ് എഡ്ജസ് വെയർ വോൺ എവേ. ഈ സമയത്തെല്ലാം നദിയുടെ അടിയിലൂടെ ഉരുണ്ടിരുന്നു. അതിൻ്റെ അങ്ങനെ മുനകളെല്ലാം തേഞ്ഞുപോയി. Thus the rough surface was made smooth and shiny. നദിയുടെ അടിഭാഗത്തൂടെ ഉരുണ്ട് വന്ന് നല്ല സ്മൂത്തായി, നല്ല തിളക്കമുള്ളതും നല്ല മിനുമിനുസമുള്ളതുമായി തീർന്നു. So it became the pebble that you see. അങ്ങനെയാണ് നാം ഇന്ന് കാണുന്ന തരത്തിലുള്ള പെബിളായി മാറിയത്. Somehow the river left it behind and you found it. നദി എങ്ങനെയോ ഇവിടെ ഇട്ടേച്ചു പോയ കല്ലാണ് നിങ്ങൾ കണ്ടത്. If the river had carried it on, it would have become smaller and smaller. വീണ്ടും നദി എന്നെ ഒഴുക്കിക്കൊണ്ട് പോയിരുന്നെങ്കിൽ ഞാൻ വീണ്ടും ചെറുതായി എന്തായി മാറും? Till at last it became a grain of sand. ചെറിയ മണൽത്തരിയായി തീരും. And joined its brothers and the seaside to make a beautiful beach. അതുപോലെ മണൽത്തരിയായി തീരും. ഞാനും എൻ്റെ സഹോദരങ്ങളും ചേർന്ന് എന്തായി മാറ്റും? നൽപ്പുറമായി തീരും. ആ മണൽ തീരത്ത്, ഷോറിനോട് ചേർന്ന്, കടത്തീരത്തോട് ചേർന്ന് മണത്തരികളുണ്ട് അല്ലേ? ആ മണത്തരികളിലാണ് ആര് കളിക്കുന്നത്? കുട്ടികൾ കളിക്കുന്നത്. Where little children can play and make castles out of the sand. അവിടെ കുട്ടികൾ ആ മണൽത്തരിയിൽ കളിക്കുകയും മണൽക്കൊട്ടാരങ്ങൾ നിർമ്മിക്കുകയും ചെയ്യും. If a little pebble can tell you so much. ഒരു ചെറിയ കല്ല് നിനക്ക്, ഒരു ചെറിയ പെബിൾ നിന്നോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. How much more could we learn from all the rocks and mountains and the many other things we see around us? ഒരു കല്ല് ഇത്രയും കഥ പറഞ്ഞു. അപ്പോൾ ഈ പാറകളിലും പർവ്വതങ്ങളിലും കാണുന്ന മറ്റു വസ്തുക്കളിൽ നിന്നെല്ലാം നമുക്ക് എത്രയധികം കാര്യങ്ങൾ ഇനിയും ഗ്രഹിക്കുവാനുണ്ട്, ഇനിയും മനസ്സിലാക്കാനുണ്ടാകും. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുന്നത്. സൈഡിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ നോക്കി. 7ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് നെഹ്റു മീൻ ബൈ ഗുഡ് ഐസ് ടു സീ ആൻഡ് ഇയേഴ്സ് ടു ഹിയർ? കാണാൻ കണ്ണുകളും കേൾക്കാൻ കാതുകളും
ഉണ്ടെങ്കിൽ എന്നതുകൊണ്ട് എന്താണ് അദ്ദേഹം അർത്ഥമാക്കിയത്? പ്രകൃതിയിൽ കാണുന്ന വസ്തുക്കളെയും ശബ്ദങ്ങളെയും എല്ലാം നമുക്ക് നന്നായിട്ട് ക്ലോസ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കണം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റി 1 നോക്കാം. ഐ ആം അഫ്രൈഡ്. ഐ ക്യാൻ ഓൺലി ടെൽ യു വെരി ലിറ്റിൽ ഇൻ ദീസ് ലെറ്റേഴ്സ് ഓഫ് മൈൻ. What does the expression I am afraid mean? Choose the best option from those given below in the box. അപ്പോൾ ഇവിടെ ഐ ആം അഫ്രൈഡ് എന്നതുകൊണ്ട് ഇവിടെ നെഹ്റു ഉദ്ദേശിക്കുന്നത് എന്താണ്? വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ കത്തുകളിലൂടെ നിന്നോട് പറയാൻ സാധിക്കുകയുള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കൂ എന്നുള്ള വിഷമമാണ് അവിടെ. അപ്പോൾ അവിടെ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കുക. നെഹ്റു ഈസ് അഫ്രൈഡ് ടു ടെൽ സംതിങ്. Nehru feels that Indira will be frightened. Nehru is doubtful whether his letters will not be sufficient to provide complete information. Activity 2. Nehru tells the story of a pebble. Read it. Once upon a time, long ago, the stone was a bit of a rock with plenty of edges and corners. Probably it rested on some mountainside. Then came the rain and washed it down to the little valley where it found a mountain stream which pushed it on and on till it reached a little river. And the little river took it into a big river. And all the while it was rolling and rolling at the bottom of the river. Its edges were worn away and its rough surface made smooth and shiny. Thus it became a pebble. The river carried it again and it became smaller and smaller, till at last it became a grain of sand and joined its brothers at the seasides to make a beautiful beach. There little children used to make castle out of sand. ഇനി നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനം, ഇമാജിൻ ദ പെബിൾ ഈസ് ടെല്ലിങ് ഇറ്റ്സ് ഓൺ സ്റ്റോറി. ഇത് നെഹ്റു പറഞ്ഞ സ്റ്റോറിയാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചത്. ഇനിയും ഈ പെബിൾ നമ്മളോട് അതിൻ്റെ കഥ പറഞ്ഞാൽ ഹൗ വുഡ് ദ സ്റ്റോറി ബി? എങ്ങനെയിരിക്കും? യു മേ ബിഗിൻ ലൈക്ക് ദിസ്. അതിങ്ങനെ തുടക്കം കൊടുത്തിട്ടുണ്ട്, ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. വൺസ് അപ്പോൺ എ ടൈം ലോങ് എഗോ ഐ വാസ് എ ബിറ്റ് ഓഫ് എ റോക്ക് വിത്ത് പ്ലെൻറ്റി ഓഫ് എഡ്ജസ് ആൻഡ് കോർണേഴ്സ്. പ്രോബബ്ലി ഐ റെസ്റ്റഡ് ഓൺ സം മൗണ്ടൻ സൈഡ്. ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് എഴുതുക. അത് അസൈൻമെൻറ്റ്. ആക്ടിവിറ്റി 3 സ്പീച്ചാണ്. ഇവിടെ സ്പീച്ച് പറയുമ്പോൾ നമ്മൾ മലാലയുടെ ചാപ്റ്റർ എടുത്തപ്പോൾ മലാലയുടെ സ്പീച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടു കാണുമല്ലോ എങ്ങനെയാണ് ഒരു സ്പീച്ച് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് അതിലെ പ്രസൻറ്റേഷൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പീച്ചിൻ്റെ പ്രവർത്തനമാണ് ആക്ടിവിറ്റി 3 എന്ന് പറയുന്നത്. ദ പ്രസൻറ്റ് വേൾഡ് ഫേസസ് മെനി ത്രെറ്റ്സ്. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് നേച്ചർ. Imagine that your school nature club is organizing an awareness program to protect nature. Prepare a speech for the occasion. പ്രകൃതി സംരക്ഷിക്കുന്നതിനുള്ള ഒരു അവെയർനെസ് പ്രോഗ്രാം സ്കൂൾ നേച്ചർ ക്ലബിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് അതിൽ പ്രസംഗിക്കാനുള്ള ഒരു സ്പീച്ചാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ആ സ്പീച്ചിൽ എന്തൊക്കെ വേണം, എങ്ങനെയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഫീച്ചേഴ്സ് ഓഫ് എ സ്പീച്ച്. ഹൂ ഈസ് ദ സ്പീച്ച് അഡ്രസ്ഡ് ടു? വാട്ട് ഈസ് ദ സല്യൂട്ടേഷൻ? ഹൗ വിൽ യു ബിഗിൻ ദ സ്പീച്ച്? You can begin your speech with a quotation. Which lines would you like to quote? What are the ideas that you wish to convey? Sequence your ideas according to their order of importance. How will you conclude your speech? അപ്പോൾ ഒരു സ്പീച്ചിനുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ മലാലയുടെ സ്പീച്ച് നിങ്ങളൊന്നും കൂടി കാണുക കേട്ടോ. അപ്പോൾ അതിനകത്ത് മനസ്സിലാകും. അതിൻ്റെ താഴെ എഡിറ്റിംഗ് കൊടുത്തിരിക്കുന്നു. എഡിറ്റിംഗ് എന്താണെന്ന് നോക്കാം. ആഫ്റ്റർ റീഡിംഗ് ദി സ്റ്റോറി ഓഫ് ദി പെബിൾ, ഹരിത, എ സ്റ്റുഡൻറ്റ് ഓഫ് ക്ലാസ് 6, അറ്റംപ്റ്റഡ് ടു റൈറ്റ് ദി സ്റ്റോറി ഓഫ് എ ട്രീ, ബട്ട് ദെയർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്. ഹെൽപ്പ് ഹെർ എഡിറ്റ് ദ സ്റ്റോറി. അപ്പോൾ ഹരിത ഒരു സ്റ്റോറി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനകത്ത് എഡിറ്റിംഗ് ആവശ്യമാണ്. എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം, വായിച്ചു നോക്കാം. Once upon a time, the tree was a seed planted with a gardener
ആ വിത്ത് എന്നുള്ളത് നോക്കുക, എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. പ്ലാന്റഡ് വിത്ത് എന്ന് പറയുമോ, നമ്മൾ പ്രിപ്പോസിഷൻ പഠിച്ചതാണ്. അപ്പോൾ അവിടെ ഏത് പ്രിപ്പോസിഷനാണ് വരുന്നത്? വൺസ് അപ്പോൺ എ ടൈം ദ ട്രീ വാസ് എ സീഡ് പ്ലാന്റഡ് ബൈ എ ഗാർഡനർ. ഇറ്റ് റെസ്റ്റഡ് ഓൺ ദി സോയിൽ. ഓൺ ദി സോയിൽ എന്ന് വരുമോ പ്രിപ്പോസിഷൻ വരുമ്പോൾ? മണ്ണിനുള്ളിലാണ് അല്ലേ. അപ്പോൾ ദ റെസ്റ്റഡ് ഇൻ ദ സോയിൽ ടിൽ ദ റെയിൻസ് കെയും. ദ സീഡ് വിഷ് എന്നാണോ അവിടെ എന്ത് ചേർക്കണം? അപ്പോൾ നമ്മളുടെ വെർബുകൾ പഠിച്ചത് ഓർക്കുക. V1 V2 V3 വെർബുകൾ ഓർക്കുക. ദ സീഡ് വിഷ്ഡ് ടു സീ ദ ഔട്ട്സൈഡ് വേൾഡ്. ഇറ്റ് പുഷ്ഡ് ഔട്ട് ആൻ സ്പ്രൗട്ട് എന്ന് പറയുമോ? അവിടെ സ്പ്രൗട്ടസ് നോക്കുക. എ ആൻ ദ കണ്ടീഷൻസ് നോക്കുക. ആൻ വരുന്നത് എപ്പോഴാണ്? വവൽസ് വരുമ്പോഴാണ് അല്ലേ. അപ്പോൾ ഇറ്റ് പുഷ്ഡ് ഔട്ട് a sprout from a to tender green leaf. To tender green leaves. ലീഫ് അല്ല, ലീവ്സ് എന്ന് വരും അവിടെ. ലീവ്സ് LEAVES ലീവ്സ് peeped out. The cool wind ടച്ച് എന്നാണ് അവിടെ വരിക. ടച്ച്ഡ്. The cool wind touched, ED ചേർക്കണം. Touched is heart and sunlight shone upon it. It grew and danced in the breeze. The soil gave it food and water. Food and water കൊടുത്തത് സോയിലാണ്. അവിടെ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കണം. ദാടെ T ക്യാപിറ്റൽ ലെറ്റർ. ഇറ്റ് ഗ്രോ എന്നുള്ളത് മാറാം. V1 V2 V3 ഒക്കെ ഓർമ്മ വരണം. ഇറ്റ് ഗ്രോ എന്നല്ല, ഇറ്റ് ഗ്രൂ. GREW. ഇറ്റ് ഗ്രൂ ഇൻ സ്ട്രെങ്ത് ആൻഡ് സ്പ്രെഡ് ഔട്ട് ഇറ്റ്സ് ബ്രാഞ്ചസ്. ഇറ്റ് ഗേവ് ഷെയ്ഡ് ആൻഡ് പീപ്പിൾ എന്താണ്? ടുക്ക് റെസ്റ്റ് അണ്ടർ ഇറ്റ്. അത് ചെയ്യാമല്ലോ. ഇതെല്ലാവരും നോട്ട് ബുക്കിലൊക്കെ എഴുതണം. അപ്പോൾ ഇവിടെ നോക്കുക, എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മുടെ V2 V1 V3 വെർബ്സുകൾ ഓർമ്മയിൽ വരണം. അതുപോലെ തന്നെ എ ആൻഡ് ദി അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ ഓർമ്മ വരണം. എവിടെയൊക്കെ ഉപയോഗിക്കേണ്ടതെന്നുള്ള പ്രത്യേകതകൾ ഓർമ്മ വരണം. പ്രിപ്പോസിഷൻസ് ഓർമ്മയിൽ വരണം. പിന്നെ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കേണ്ടത് എവിടെയാണെന്നുള്ളത് ഓർമ്മ വരണം. ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത് എവിടെയാണെന്ന് ഓർമ്മ വരണം. പിന്നെ കൊട്ടേഷനിലാണെങ്കിൽ കൊട്ടേഷൻ ഇടേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർമ്മ വരണം. അപ്പോൾ എഡിറ്റിങ്ങും വരുമ്പോൾ നിങ്ങൾ ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഫുൾ മാർക്ക് കിട്ടുന്ന കാര്യമാണ് കേട്ടോ. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഇത്രയും വർക്കുകളാണുള്ളത്. ഇത്രയും നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതുക. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.